എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ മസ്കറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മസ്കറ്റ് ഫെസ്റ്റിവൽ മസ്കറ്റിൽ 5 ലൊക്കേഷനിലാണ് നടക്കുന്നത്. അതിൽ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. നസീം ഗാർഡൻ എന്ന ഒമാനിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാർക്കാണിത്. എന്നാൽ നമുക്ക് നടന്ന് കണ്ടാലോ? ഇതൊരു വലിയ പാർക്കായതുകൊണ്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നടന്നുകൊണ്ട് എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം. കുതിര സവാരി ഉണ്ട്. നല്ല അടിപൊളി കുതിര, വെള്ളക്കുതിര. പൈസ കൊടുക്കണം കയറണമെങ്കിൽ, വെറുതെ ഒന്നും കയറാൻ പറ്റത്തില്ല. ഈവനിങ് കുറച്ച് നേരത്തെ പോയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവായിരുന്നു. ഫ്രൈഡേ ആണ് കൂടുതൽ തിരക്കുണ്ടാവുക. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈക്കിളുണ്ട്. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഫുഡ് കോർട്ട് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് റൈഡുകൾ ഒരുപാടുണ്ട്. പിന്നെ നല്ല മനോഹരമായി LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. ഞാനും സുഹൃത്ത് രാകേഷും കൂടിയാണ് പോയത് കാണാൻ. വളരെ മനോഹരമായ ഒരു പാർക്കാണ് ഈ നസീം ഗാർഡൻ എന്ന് പറഞ്ഞ പാർക്ക്. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ പാർക്കാണ്. നടന്ന് കാല് കഴക്കും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത്, ഇത് ഒമാൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹൽവയുണ്ട്. ഓക്കെ, അത് ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. അവരതിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടുന്ന് സെയിലും ഉണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ ഹൽവ. പിന്നെ ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ മുഴുവനും കുട്ടികൾക്കുള്ള റൈഡുകളാണ്. ഒരുപാടുണ്ട് റൈഡുകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉള്ള റൈഡുകളാണ്. പക്ഷെ ഞങ്ങൾ ഒന്നിലും കയറിയില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ നല്ല കുതിരകളുണ്ടായിരുന്നു. കുതിര സവാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കുതിരകൾ. കുട്ടികൾക്ക് വേണ്ടി ചെറിയ കുതിര, മുതിർന്നവർക്ക് വലുത്, എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു.
കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് റൈഡുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് ഉണ്ടായത്. ഇതാണ് ഒമാൻ്റെ ഗ്ലോബൽ വില്ലേജ്, അതായത് സൂക്ക്. ഒമാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള, നിങ്ങൾ കാണാം ഇവിടെ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒമാനിൽ, അവരുടെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അവരുടെ വലകൾ, ചെറിയ തോണിയുടെ മാതൃകകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, പിന്നെ അവരുടെ ഭക്ഷണങ്ങൾ, ഒമാനികളുടെ ഭക്ഷണങ്ങൾ, ഫോട്ടോ എടുക്കാനുള്ള ഇതേപോലെ ചില സ്പോട്ടുകളും ഉണ്ടായിരുന്നു. ഇതാണ് ഒമാൻ്റെ ട്രഡീഷണൽ ഡാൻസ്, അൽ ബറ എന്നാണ് ഇതിന് പറയുന്നത്. അവരുടെ മ്യൂസിക്കും അവരുടെ കുറേ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അവർക്ക്, അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നടന്ന് വിശന്നപ്പോൾ കഴിക്കാൻ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. എന്തോ സവാള കൊണ്ടുള്ള ഒരു സ്നാക്സ് ആയിരുന്നു. ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഇങ്ങനെ കൊട്ടം അടയുകയാണ്. അവരുടെ പഴയ ആ പണ്ട് ജീവിച്ചത് എങ്ങനെയാണ്, ജോലി ചെയ്ത്, അതൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തരും, ഓരോരോ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതാണ് ഈ ഒരു സെക്ഷനിലുള്ളത് മുഴുവനായിട്ട്. എല്ലാ സ്റ്റാളുകളും അങ്ങനെയാണ്. അവരുടെ ഊത്, അത്തറ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അവരുടെ ഭക്ഷണം, ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും സ്ത്രീകളായിരുന്നു, ഒമാനി സ്ത്രീകളായിരുന്നു. നമുക്ക് അവരുടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഫ്രെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുത്തു. നടന്ന് തളർന്നപ്പോൾ ഞങ്ങൾ ഇച്ചിരി അവിടെ വിശ്രമിച്ചു. അപ്പോൾ അവിടെ നല്ല കോൺ ഉണ്ടായിരുന്നു, സ്വീറ്റ് കോൺ.
അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സാധനമല്ലേ, പഴയ നമ്മുടെ നൊസ്റ്റാൾജിക് സാധനമല്ലേ. എന്തെങ്കിലും പറയുക നിങ്ങളൊക്കെ? പഞ്ഞിമുട്ടായി, പുല്ലുമുട്ടായി, എന്തൊക്കെയോ പറയും ഇതിന്. ഇവിടെ ഒരു സ്റ്റേജ് ഷോ നടക്കുന്നുണ്ട്, സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണിത്. ഇവിടെ പല കൺട്രിയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ പോയപ്പോഴും ഒരുപാട് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. തായ്ലൻഡ്, ഇന്തോനേഷ്യ, ആഫ്രിക്ക ഒക്കെ കണ്ടിരുന്നു പ്രോഗ്രാം. കൃത്യം 8 മണിക്ക് തന്നെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 8:15 വരെ ഉണ്ടാകും. 15 മിനിറ്റാണ് ഫയർ വർക്ക് ഉണ്ടാകുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി നേരം സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മടങ്ങുമായിരുന്നു. തിരിച്ച് പുറത്തിറങ്ങുന്ന വഴിക്ക് ഇവിടെ ഒരു ആഫ്രിക്കൻസിൻ്റെ ഒരു ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. അതും കണ്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയി കാണാം. ബൈ ബൈ.